ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ മയോ ബോൾസാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് ഒരുപാട് ടൈം മസാല കാര്യങ്ങളൊന്നും വഴറ്റി ടൈമൊന്നും കളയേണ്ട, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒരു 250 ഗ്രാമോളം ചിക്കൻ, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. വേറെ ഒന്നും പൊടികൾ ചേർക്കേണ്ട കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നിറയെ ക്യാബേജ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന വെജീസ് എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പോർഷൻ, ഏകദേശം ഒരു 1/4 കപ്പിലും കുറച്ച് അധികമായിട്ടുണ്ടാകും. ക്യാപ്സിക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ സവാളയും പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുള്ളത്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാത്രം ചേർക്കട്ടെ, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴൊക്കെ ഇട്ടതാണ്. പിന്നെ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് വെജീസിലൊന്ന് പിടിക്കാനുള്ള ഉപ്പ് മാത്രം മതി, കാരണം ഓൾറെഡി ചിക്കനിലെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഇത്രയേ പരിപാടിയുള്ളൂ. അല്ലാതെ സവാള കാര്യങ്ങളൊന്നും വഴറ്റിയിട്ടൊന്നും ടൈം കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ മയോ ബോൾസ് അല്ലേ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മയോണൈസൊക്കെ റെഡിയാക്കുക കേട്ടോ. എഗ്ഗോട് കൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ എഗ്ലെസ്സോ ഏതും റെഡിയാക്കാം. ഞാനിപ്പോൾ എന്തായാലും എഗ്ലെസ്സാണ് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഒന്ന് ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ 1/4 കപ്പ് പാലും അതുപോലെ തന്നെ ആ സെയിം അളവ് തന്നെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കട്ടെ. 2-3 പിഞ്ച് മാത്രം മതി, കാരണം നമ്മുടെ ഫില്ലിങ്ങിലും ഉണ്ടല്ലോ, അത്യാവശ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ഏകദേശം ഒരു 1/2 മുറിയോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ, നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എല്ലാ സൈഡിലേക്കും മയോണൈസ് എത്തുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റെല്ലാം ഫൈനൽ ചെയ്ത് ഇട്ട് കൊടുക്കുക, കാരണം ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു അളവ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഓരോരുത്തരുടെ ആ ഒരു മയോണൈസിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നവർ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം 4 ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഇടുന്ന സമയം കൊണ്ട് നമ്മുടെ ആ ഒരു മയോണൈസിലുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ നല്ലപോലെ അതൊക്കെ മാറിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരിട്ടി കുഴച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കുഴച്ചെടുക്കട്ടെ. ഇനിയും ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, നിങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴച്ചതിന് ശേഷം ജസ്റ്റ് കയ്യിലൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ബ്രെഡ് ഇട്ട് കൊടുക്കണ്ട. അഥവാ പറ്റുന്നില്ല, കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് ഇട്ടിട്ട് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്. അപ്പോൾ അതുവരെ ബ്രെഡ് ഇട്ട് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണേ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിക്ക് ഞാനൊന്ന് മൊത്തത്തിൽ ബോൾസ് ആക്കി എടുക്കട്ടെ. എൻ്റെ അതിപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ, ഒരു ബ്രെഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കോട്ടിങ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട, ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അത് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോൾസ് കയ്യിലൊന്ന് എടുത്തിട്ട് ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതെ പോലെ തോന്നും. അത് ഫ്രൈ ആയി വരുമ്പം കറക്റ്റ് ആയിക്കോളും കേട്ടോ, അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് ഇല്ലേ അതിലും ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ കട്ട്ലൈറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ മൈദയുടെ മിക്സിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉൾഭാഗമൊക്കെ അവിടെ ഉറച്ച് നിൽക്കുകയും ചെയ്യും, എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാനും നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് തന്നെ നോർമൽ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയിൽ അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് എത്രത്തോളം പാനിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കട്ട്ലൈറ്റൊക്കെ ചെയ്തെടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ വേവാനൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. അങ്ങനെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ ബറാത്ത് നോമ്പൊക്കെ ആയല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭംഗിയുള്ള കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മയോ ബോൾസ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ ചെയ്യാൻ, ഒരുപാട് അങ്ങനെ മെനക്കെട്ടുള്ള പണിയൊന്നുമില്ല. ശരിക്കും ഒരു 10-15 മിനിറ്റേ വേണ്ടുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണ കുടിക്കുന്ന സ്നാക്കും എല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം നല്ല ഭംഗിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല മൊത്തത്തിൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ ബറാത്ത് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് പായസം റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.